എന്തൊരു സ്റ്റൈലായിട്ട് കയറിയിരിക്കണത് കുടയ്ക്കകത്ത്. ഡി ഡി ആണ് ഡായാണ് ഇരിപ്പോശം വെച്ചിട്ടൊന്നും മനസ്സിലാവണ്ട. ഹലോ അച്ചൂസ് മീ, ഇങ്ങോട്ട് നോക്ക്. എന്ത് മഴയത്തിരിക്കൂലേ? മഴയത്തിരിക്കൂല, നീ കുടയ്ക്കകത്ത് ഇരിക്കൂ. ഹായ് ഗൈസ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ പാത്തൂട്ടിയും കുഞ്ഞും സ്കൂളിൽ പോകുമ്പോൾ തൊട്ട് രാവിലെ കിച്ചണിൽ കയറുമ്പോൾ തൊട്ട് പാത്തൂട്ടിയും കുഞ്ഞുവിനെ സ്കൂളിൽ വിട്ടിട്ടൊക്കെ ഉള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇപ്പം നേരം വെളുക്കാറാകുമ്പോഴും മഴ പെയ്യും, വൈകുന്നേരവും മഴ പെയ്യും, ഉച്ചയ്ക്ക് ഒരു ഇത്തിരി സമയത്ത് മാത്രമാണ് ഇത് തോരണത്. ഈ മഴ എന്തിനാണ് ഇങ്ങനെ പെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാത്രി പെയ്തെങ്കിൽ ഗുണമുണ്ട്, നമുക്ക് തണുപ്പത്ത് പുതച്ച് മൂടി കിടന്നുറങ്ങാം. എന്നിട്ട് രാവിലെ വെയിൽ കാണുമ്പോൾ നമുക്ക് തുണി ഉണക്കാം. ഇപ്പം തുണി ഉണക്കാൻ നിവൃത്തിയില്ല. അപ്പം രാവിലെ എനിക്ക് കുഞ്ഞുവിനെയും പാത്തുവിനെയും വിടുന്ന എടുക്കാൻ പറ്റാത്ത കാരണം, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു കോമ്പൗണ്ടിനകത്ത് 2 വീടാണ്. ഒന്ന് നമുക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടിയ വീട്, ഒന്ന് നമ്മളായിട്ട് വെച്ച വീട്, 2 ഷീറ്റിട്ട വീടാണ്. അപ്പം ഒരു വീട്ടിൽ നമുക്ക് കിടക്കാനുള്ള റൂമുകളും ഹാളും മാത്രമേ ഉള്ളൂ. മറ്റേ വീട്ടിലാണ് നമുക്ക് ബാത്റൂമും കിച്ചണും എല്ലാം ഉള്ളത്, അപ്പുറത്താണ്. അപ്പം കയറി ഇറങ്ങി നടന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു പനി വന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എനിക്കിനി കയറി ഇറങ്ങി പനി വരാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ 5:30 അലാറം വെച്ച് എഴുന്നേക്കും. വീഡിയോ ഒക്കെ കുക്ക് ചെയ്യണതൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കും. പക്ഷേ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഞെരിച്ച മഴയാണ്. പിന്നെ എന്ത് ചെയ്യും, ആ അലാറം 6:30 ആക്കിയിട്ട് വീണ്ടും കിടന്നുറങ്ങും. പിന്നെ 6:30 എഴുന്നേറ്റിട്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട്, കുട്ടിയൊക്കെ സ്കൂളിൽ നിന്ന് ചോറ് കിട്ടുന്നത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിച്ച് വിടാറാണ് ചെയ്യുന്നത് കുഞ്ഞുവിന്. അപ്പോൾ അതൊക്കെ എനിക്ക് എടുക്കണമെന്നുണ്ട് ഗൈസ്. പക്ഷേ ഈ മഴ മടിച്ചിയാക്കി കളയണേ. ഇപ്പം തന്നെ ഞെരിച്ച മഴയത്താണ് ഞാൻ നിന്ന് ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ ലൈഫിൻ്റെ ഇൻട്രോ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. മഴ പെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അപ്പുറത്താണ് കിച്ചണുള്ളത്. അപ്പം കുടയുണ്ട്, കുട എടുത്തിട്ട് വേണം അപ്പുറത്ത് പോകാൻ. പക്ഷെ രാവിലെ എഴുന്നേറ്റ് കുട എടുത്തിട്ടൊക്കെ കയറുന്നത് ഭയങ്കര മടിയാണ്. ഇതാ ലൈൻ കമ്പിയിലൊരു കാക്ക ഇങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് വിദ്യാഭ്യാസ ബന്ധമായിട്ടും കുഞ്ഞുവിന് LP സ്കൂളായതുകൊണ്ട് അവന് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അവൻ പോയി. പാത്തുട്ടിക്ക് ക്ലാസ്സില്ല. പാത്തുട്ടി അപ്പുറത്ത് അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. ഇത് അപ്പുറത്തൊരു വീട് കാണുന്നുണ്ട്, ഡോർ അടച്ചിട്ടിരിക്കുന്ന. അവിടെ അവളും അവളുടെ ഫ്രണ്ടും ഉണ്ട്. അവർ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് കളിക്കുകയാണ്. ഒരു കുഞ്ഞാവയുണ്ട്. അപ്പം ഇവിടെ ഇതാണ് അവസ്ഥ. ഭയങ്കര ഞെരിച്ച മഴയാണ്. പാത്തുട്ടിനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ അവളൊന്ന് തലവട്ടം കാണിച്ചിട്ട് പോവും. അവളവിടെ ഇരുന്നോളും. കുറച്ച് കഴിയുമ്പോൾ വരും, മഴ തോരുമ്പോൾ വരും. അപ്പം എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒന്നും ഹെൽപ്പ് ചെയ്യൊന്നുമില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. അപ്പം ഈ മഴ ഞാൻ തോർന്നിട്ട് വേണം എനിക്ക് അപ്പുറത്ത് പോകാൻ. ഞാൻ അപ്പുറത്ത് ഈ അടുപ്പിലാണ് നമ്മൾ ചോറുണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് കത്തിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, മഴയായതുകൊണ്ട് അവിടെ നിന്ന് കത്തിക്കാൻ പറ്റത്തില്ല, നനയും. വിറവൊന്നും നനയില്ല, ഞാൻ നനയും. അതുകൊണ്ട് ഇന്ന് ഗ്യാസിലാണ് വെച്ചേക്കുന്നത്, സ്റ്റൗവിലാണ് വെച്ചേക്കുന്നത്, കുക്കറിലാണ് ചെറുപയറും ചോറും വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ. കണ്ടില്ലേ ഗൈസ്, ഒരു വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് പോകാൻ, അതായത് സ്വന്തം വീട്ടിലോട്ട് പോകാനാണ് ഈ കുട എടുത്തേക്കുന്നത്. കണ്ട, കുടയും കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോകണമെങ്കിൽ കുടയും കൊണ്ട് പോകണം. ഇങ്ങനെ അപൂർവമായിട്ടുള്ള വീടുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അയ്യോ, അടുപ്പിൽ കിടന്ന ചാമ്പല് വാരിയില്ല. നമ്മളിവിടെ ചാരത്തിനെ ചാമ്പൽ എന്നാണ് പറയുന്നത് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ ചാമ്പൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ വീട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. അമ്മേ, അപ്പോൾ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ കുക്കറിൽ വെച്ചേക്കണ കാണിച്ചു തരാവേ. 2 കുക്കറിൽ, ഒന്നിൽ ചെറുപയറും, ചെറിയ കുക്കറിൽ ചെറുപയറും, ഇതിൽ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ പിച്ചാത്തി എടുത്ത് വെച്ചേക്കുന്നത്. സ്റ്റൗവിൻ്റെ അടുത്ത് കത്തി വെക്കാൻ പാടില്ലെന്ന് കേട്ടിട്ടുണ്ട്, വെറുതെ ഒരു കാര്യമില്ല എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇനി ഫ്രിഡ്ജിനകത്ത് മീൻ ഇരിപ്പുണ്ട്. ഇനി മീൻ എടുത്ത് വൃത്തിയാക്കണം, കറി വെക്കണം, ചെറുപയർ തോരൻ വെക്കണം, മീൻ പൊരിക്കണം. ഇത്രയാണ് ഇന്നത്തെ ജോലി. ഇപ്പോൾ ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ട്, നത്തോലി മീൻ കണ്ട. ഇനി ഇത് വൃത്തിയാക്കണം ഗൈസ്, മീൻ വൃത്തിയാക്കണം. അപ്പോൾ മീൻ വൃത്തിയാക്കുന്നതിന് മുമ്പേ നമ്മുടെ ഇവിടെ സിങ്കിൽ വെള്ളം പോകാൻ വേണ്ടി ഒരു ടാങ്ക് എടുപ്പുണ്ടേ. ഇങ്ങനെ വെള്ളം നിറയാൻ, ആ ടാങ്ക് ഫില്ലായിപ്പോയി. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉരുളി വെച്ചിട്ട് വെള്ളം എടുത്തുകൊണ്ട് ഒഴിച്ച് കളയാൻ വെച്ചാൽ. അപ്പോൾ ഞാൻ വെള്ളം കൊണ്ട് ഒഴിച്ചിട്ടെ. അപ്പം വെള്ളം കൊണ്ട് കളഞ്ഞിട്ട് വന്ന് ഇനി മീൻ വൃത്തിയാക്കാവേ. കുക്കർ വിസിലടിക്കുമ്പോഴത്തേക്കും ഞാൻ മീൻ വൃത്തിയാക്കി എടുക്കട്ടെ. എനിക്ക് എപ്പോഴും ഇവിടെ ഒരു തുണി ഇങ്ങനെ ഇട്ടേക്കും ഞാനേ. കാര്യം എനിക്ക് സ്ലാബ് നനഞ്ഞിടക്കണം ഇഷ്ടമല്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ തുടച്ചു കൊടുത്ത് നിൽക്കണം. ഒരു വൃത്തിയായിട്ട വൃത്തിക്കാരിയാണ് ഞാൻ. നമ്മളെ വീട് ചെറിയ വീടായതുകൊണ്ടും ഷീറ്റ് ആയതുകൊണ്ടും പൊടിയും ഇതൊക്കെ കാണും. പക്ഷേ എൻ്റെ സ്ലാബും പാത്രങ്ങളും ഒക്കെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് വൃത്തിയില്ലെങ്കിൽ ഈ കരി വരും കേട്ടോ. നമ്മളുള്ള സൗകര്യത്തിൽ വൃത്തിയാക്കിയൊക്കെ ഇടും ഗൈസ്. അപ്പം നത്തോലി നല്ല ഫ്രഷ് മീനാണെന്നാണ് തന്ന ആൾ പറഞ്ഞത്. മണലുള്ളത് കൊണ്ട് പറഞ്ഞതായിരിക്കും ഫ്രഷ് ആണെന്ന്. അല്ലല്ല, നുള്ളിയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ തോന്നണം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ഇതിൻ്റെ തല മാത്രം ഇങ്ങനെ കിള്ളി എടുക്കുവേ. ഇതിൻ്റെ കുടലും എടുത്ത് കുക്കർ വീശു തുടങ്ങി. പയറാണ് വീട്ടിലിരിക്കുന്നത്. ഇതിൻ്റെ തല നുള്ളി എടുക്കുവേ. നത്തോലിയുടെ തല ഇങ്ങനെ നുള്ളി അതിൻ്റെ അകത്തുള്ള കറുത്ത കുടലല്ലേ അതും വലിച്ചെടുക്കും, അല്ലെങ്കിൽ അത് കഴിക്കും, കറിയിൽ കിടന്നാൽ കഴിക്കും. അപ്പോൾ അതും എടുത്ത് ഇങ്ങനെ ചറവറ തല നുള്ളി എടുത്തിട്ട് ലാസ്റ്റ് ഒരു പിച്ചാത്തി എടുത്തിട്ട് ഇതിൻ്റെ വാല് കട്ട് ചെയ്യാണ് പതിവ്. ഓക്കെ,
ഇനി എനിക്കൊരു ക്യാമറമാൻ്റെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര മീൻനാറ്റം. ഫോൺ കൈ കൊണ്ട് ഇതൊക്കെ മീനാറ്. അപ്പോൾ അതാ ഇങ്ങോട്ട് കൊണ്ടോ പാത്തു. ഇപ്പം എൻ്റെ ക്യാമറമാൻ വന്നിട്ടുണ്ട്. കണ്ടേ, ഞാൻ ആദ്യം ഇങ്ങനെ വാലിങ്ങനെ ഇട്ടിട്ട് ഇതാ, പിന്നെ കയ്യിൽ ഇങ്ങനെ നുള്ളി നമ്മൾ കടപ്പുറം കരുതുക പ്രൊഫഷണലായിട്ടാണ് ഇങ്ങനെ വാല് നുള്ളണത്. കണ്ട നമുക്ക് പിച്ചാത്തിയുടെ ഒന്നും സഹായമേ വേണ്ട. കണ്ടില്ലേ, നമ്മൾ ഭയങ്കര പ്രൊഫഷണൽസ് ആണ് ഗൈസ്. കണ്ടില്ലേ, ഒരു തിരിപ്പിന് വാലിത് ഇതിങ്ങനെ വരും. തെറിച്ചു പോയി ഗൈസ്. ഇവിടെ മനുഷ്യന് കുടയില്ല, കുടയ്ക്കാത്ത ആരാണെന്ന് നോക്കി. എനിക്ക് എപ്പോഴും അപ്പു കമൻ്റ് ഇടും. അപ്പൂൻ്റെ ഐഡിയ ആണോ എന്തോ, മീനു മനു എന്ന് പറഞ്ഞിട്ട് അപ്പൂൻ്റെ ഐഡിയ ആണെന്ന് തോന്നുന്നു. ഓറിയോയെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇടും. നോക്കിക്കാണ് എന്തൊരു സ്റ്റൈലായിട്ട് കയറിയിരിക്കണത് കുടയ്ക്കകത്ത്. ഡിയാണ് ഡായാണ്. ഇരിപ്പ് വശം വെച്ചിട്ടൊന്നും മനസ്സിലാവണില്ല. ഹലോ എക്സ്ക്യൂസ് മീ, ഇങ്ങോട്ട് നോക്ക്. എന്ത് മഴയത്തിരിക്കൂലേ? മഴയത്തിരിക്കൂല, നീ കുടയ്ക്കകത്ത് ഇരിക്കൂ. ഗൈസ്, അങ്ങനെ ജോലി കഴിഞ്ഞിരിക്കുകയാണ്. 10:30 ഞാൻ അടുക്കളയിൽ കയറി. 11:30 ആയപ്പോൾ എൻ്റെ ജോലിയെല്ലാം തീർന്ന് 1 hour കൊണ്ട് മീൻ വൃത്തിയാക്കി, മീൻ കറി വെച്ച്, ചോറ് വെച്ച്, പയറ് തോരൻ വെച്ച്. മീൻ പൊരിച്ചില്ല, അതിന് കഴിക്കാൻ നേരത്ത് ഞാൻ വെക്കാൻ നേരത്ത് മാത്രമേ പൊരിക്കൂ. അപ്പം ഞാൻ എൻ്റെ കറി തിളയ്ക്കുന്നതും പയറ് തോരൻ അടുപ്പിലിരിക്കുന്നതും കാണിച്ചു തരാവേ. അപ്പം കറി തിള പയറ് തോരൻ ഇവിടെ ഇരിപ്പുണ്ട്. പയറ് ഒരു കുഴഞ്ഞു പോയി കേട്ടോ. അപ്പം ഞാൻ കുക്കറിൽ കുറേ വിസിലിപ്പിച്ച്. എൻ്റെ കുട്ടിയൊക്കെ ഇങ്ങനെ കുഞ്ഞൂനിങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം, പാത്തുട്ടിക്കും അതേ. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഉടച്ചെടുത്തത്. ഒരുമാതിരി ഉടച്ച് കറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ പയറ് ഇങ്ങനെ ഇത് വയ്ക്കുമ്പോഴത്തേക്കും ഈ പയർ ആദ്യം വേവിക്കുന്നത് കൊണ്ട് ആദ്യം കടുക് വറുത്ത് അരപ്പ് അതിലിട്ട് ഇച്ചിരി വെള്ളത്തിൽ വേവിച്ചിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ആ പച്ച കുത്ത് ചവയ്ക്കും. അപ്പോൾ അതിൻ്റെ ഒരു പൊടിക്കൈയാണ്. മിക്ക ആൾക്കാരും പറയുന്നത് അവർ പയറും അരപ്പും കൂടെ ഒരുമിച്ചാണ് കടുക് വറുത്തെടുക്കുന്നതെന്നാണ്. പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമില്ല. അപ്പം എൻ്റെ പയർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ചതായതുകൊണ്ട് നമ്മൾ കഞ്ഞിവെള്ളം എടുക്കില്ല, കഞ്ഞിവെള്ളം കളയും. കുക്കറിൽ അല്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം കുടിക്കാൻ വേണ്ടി തെളിച്ചെടുക്കും കേട്ടോ. അപ്പം ചോറ് റെഡിയായി. വെറുതെ തള്ളി മറിക്കുന്നൊന്നുമില്ലതാ. കഴുകാനൊന്നും ഒരൊറ്റ പാത്രം ബാക്കിയില്ല. എല്ലാം കഴുകി അടുക്കി ഒതുക്കിയൊക്കെ വെച്ചു. കണ്ടില്ലേ, എല്ലാം. എനിക്ക് സ്ലാബിൻ്റെ പുറത്തൊന്നും വെള്ളം കെട്ടിക്കിടക്കാൻ ഇഷ്ടമില്ല. അപ്പോൾ എല്ലായിടമൊക്കെ തുടച്ച് ഞാൻ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. കണ്ടില്ലേ, എൻ്റെ സ്റ്റൗവിൻ്റെ പുറത്തൊന്നും ഒരു എണ്ണമയോ ഒന്നും എനിക്കിഷ്ടമല്ല. പിന്നെ ഇതൊക്കെ തുരുമ്പെടുത്താണ്, അതൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റൗവിൻ്റെ പുറത്ത് ആ സ്റ്റീലിൻ്റെ ഭാഗത്ത് ഞാൻ ഒരു വൃത്തിയിടും ആക്കാം. 2 സ്റ്റൗവും ഞാൻ അതുപോലെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. 2 സ്റ്റൗവുണ്ട്, 2 സിലിണ്ടറുണ്ട്. രണ്ടും ഒരുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, അങ്ങനെ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. ഞാൻ തുണി ഇലക്കി കുളിച്ചു. ഇപ്പം മുറ്റത്ത് വെയിൽ വന്നു. പക്ഷേ എൻ്റെ സൽപുത്രി മാത്രം ഇവിടെ എങ്ങും കാണാനില്ല. ഇനി അവളെ പോയി നോക്കണം. ഈ തുണി കൊണ്ടുപോയി കടപ്പുറത്തൊരു അശ കെട്ടിയിട്ടിട്ടുണ്ട്, അവിടെ വിരിക്കണം. നമ്മൾ തിരുവനന്തപുരംകാർ അയ എന്നൊന്നും പറയാറില്ല, അഴ എന്നും പറയാറില്ല. ഞങ്ങൾ അശ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ വന്ന വെയിലിനെ കാണിച്ചു തരാം. നോക്കൂ ഗൈസ്, ഒരു കാര്യമില്ലാതെ കത്തിജ്വലിച്ചൊന്ന് നിൽക്കണം. അല്ല, കാര്യമുണ്ട്. പകൽ വരണം. കണ്ടില്ലേ, മഴ പെയ്തതാണെന്ന് പറയൂ. ഞാൻ ഭംഗിയായിട്ട് അടിച്ച് വരിയിട്ട് എൻ്റെ മുറ്റം നോക്കൂ ഗൈസ്. ആ ബക്കറ്റിരിക്കുന്ന തുണിയാണ് എനിക്ക് കൊണ്ട് കഴുകി വിരിക്കാനുള്ളത്. അപ്പോൾ അത് വിരിക്കാൻ പോകുമ്പോൾ എൻ്റെ പുത്രി ആ വഴിക്ക് എങ്ങാനും നിൽക്കണമെന്ന് നോക്കണം. തുണി വിരിക്കണം, വന്ന് കുറച്ചിടെ ഇരിക്കണം, ഫുഡ് കഴിക്കണം, ഇച്ചിരി ഒന്ന് മയങ്ങണം. അത് കഴിയുമ്പോൾ കുഞ്ഞിനെ വിളിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ വീടും നാടൊക്കെ അന്ന് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീടും പരിസരവും കുറച്ച് വീടുമാണ് കാണിച്ചത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ അപ്പുറത്തെ ഏതെങ്കിലും ഒരു വീട്ടിൻ്റെ, അപ്പോൾ എൻ്റെ വീട് ഷീറ്റാണ്. അപ്പോൾ ഇവിടെ അപ്പുറത്ത് ടെറസ് വീടൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് ഐഷാത്തയുടെ വീട് ടെറസാണ്. പിന്നെ അപ്പുറത്തെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഇതായി, അവരുടെ ഒന്നും പേര് പറയാൻ പറ്റത്തില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേര് പറഞ്ഞ് എന്തിനാന്ന് ചോദിക്കും. അപ്പം അവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് ഞാൻ നമ്മുടെ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ പാർക്കിൻ്റെ പണി നടക്കുന്നതും പിന്നെ ഞങ്ങളുടെ നാട് ഈ ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നൊരു ചെറിയ വ്യൂ ഞാൻ എടുത്ത് കാണിച്ചു തരാവേ. ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്തെ പല നൊക്ലാച്ചുകളും പറയാൻ പറ്റും, നൊസ്റ്റൊക്കെ അടിക്കാൻ പറ്റും. അപ്പം ഏതായാലും ഇത് കഴിച്ചിട്ട് വെയിലിങ്ങനെ തന്നെ നിൽക്കുവാണെങ്കിലേ ടെറസിൻ്റെ മണ്ടേ കയറി നൊക്ലാച്ചി അടിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യമില്ലാതെ മഴ വീണ്ടും പെയ്തു. പാത്തൂട്ടി പിന്നെ മഴയത്തിറങ്ങി പാത്തൂട്ടിയുടെ കൂട്ടുകാരിയായിട്ട് മഴ മൊത്തം നനഞ്ഞ് മഴയത്ത് കുളിച്ചു. അങ്ങനെ ഞാൻ കഴുകി വെച്ച തുണിയും നോക്കി ഇളുപ്പിയായി, വിഷണ്ണയായി, എങ്ങനെയൊക്കെ ഞാൻ നിന്ന്, വിഷാദയായ എന്തൊക്കെയായി ഞാൻ നിന്ന്. മഴ ഒരു രക്ഷയില്ലാതെ പെയ്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ എൻ്റെ തുളസി ചെടിക്കൊക്കെ വെള്ളം കിട്ടുമ്പോൾ എനിക്ക് ചെറിയൊരു സന്തോഷം. അവിടെ ഒരു അലോവേര, ഒരു കറ്റാർവാഴ നട്ടു വെച്ചിട്ടുണ്ട്, 2 ഒന്നാണല്ലോ. പിന്നെ ആത്തിയും ഈ ഭംഗി ചെടിക്കൊക്കെ വെള്ളം കിട്ടുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം. അപ്പുറത്തെ പേരമരവും പിന്നെ എന്തോ മറ്റേ സർബത്തുണ്ടല്ലോ, നമ്മുടെ പാഷൻ ഫ്രൂട്ട്, അതൊക്കെ നനയുന്നുണ്ട്. അപ്പം ഭയങ്കര സന്തോഷം. പിന്നെ ഇൻ്റർലോക്കിൽ കൂടെ വെള്ളം ഒലിച്ചു വരുന്നുണ്ട്.
അപ്പുറത്തെ വീട്ടിൽ ഐഷാത്താടെ ടെറസിൻ്റെ മണ്ടയിൽ കഴുകിയിട്ട മുണ്ടുകളൊക്കെ മൊത്തം നനഞ്ഞ്, അതൊക്കെ ലേശം ഒന്ന് ഉണങ്ങി വന്നതായിരുന്നു. പാവാ മുണ്ടുകളൊക്കെ നനഞ്ഞ്. അങ്ങനെ ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് വീട്ടിനകത്ത് വന്നപ്പം എൻ്റെ മാതാശ്രീ തൊഴിലുറപ്പെന്ന് വന്ന് കിട്ടിയ ബ്രേക്കിൽ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ അവർ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, ഇപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. ഗൈസ്, പാത്തൂട്ടി അവിടെ മഴ നനഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കണം. വിളിച്ചിട്ട് വരുന്നില്ല. അവിടെ മഴ നല്ല ആസ്വദിച്ച് നനയണം. പനി പിടിക്കില്ലെന്ന് എനിക്കറിയാം. എനിക്കിപ്പോൾ പനി മാറിയതേ ഉള്ളൂ. വന്നാൽ ഞാൻ തന്നെ കൊണ്ടുപോകണം. പിന്നെ കളിക്കണ പാവം ഞാൻ വെച്ച് കളിക്കട്ടെ. അപ്പോൾ എനിക്ക് വെച്ചതുകൊണ്ട് ഞാൻ ചോറ് വെച്ചു. ചോറും പയറും പൊരിച്ച മീനും പൊരിച്ച് പാത്തൂട്ടിയുടെ ഒരു റീലെടുക്കാൻ പോയി. മൊത്തത്തിൽ നനഞ്ഞിരിക്കുകയാണ്. എന്നാലും എനിക്ക് വിശക്കണോണ്ട് ഞാൻ മാറ്റണ്ട ഗൈസ്. ഞാൻ കഴിച്ചിട്ടേ പറ്റും. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പം പാത്തൂട്ടിയും കയറി വരണം. അപ്പം ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് അവൾ തലയിലെ തോർത്തോലും കഴിക്കാതെ വിശക്കണേന്നും പറഞ്ഞിട്ട് അവൾ പോയി ഫുഡ് എടുത്തുകൊണ്ടുവന്ന് അവളും കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയൊരു വെട്ടവും വെളിച്ചവും വന്നപ്പോൾ പാത്തൂട്ടി എന്നെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തെ വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിൽ വന്ന് ഞങ്ങൾ കടൽ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ. ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് കാണിക്കുമ്പോൾ നല്ലതുപോലെ കാണാൻ പറ്റും. പക്ഷേ ഞാൻ വിചാരിച്ചത്ര നന്നായിട്ട് കിട്ടിയില്ല. സൂം ചെയ്തെടുത്താൽ മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. അങ്ങനെ നിന്നപ്പം പാത്തൂട്ടി എന്നെ വിളിച്ച്, ഉമ്മച്ചി നമ്മുടെ വീടിൻ്റെ മണ്ടയിലൊരു സംഭവം ഉണ്ട് നോക്കെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ ഷീറ്റിൻ്റെ മണ്ടയിൽ ചിരട്ടകൾ കറുത്ത് കറുത്ത് കിടക്കണ ഗൈസ്. ഈ തേങ്ങ തിരുവിയിട്ട് കളയുമ്പോൾ കാക്ക പറക്കി കൊണ്ടിരുന്നതാണ് കേട്ടോ. ഇഷ്ടംപോലെ ചിരട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ ടെറസിൻ്റെ മണ്ടയിലൊക്കെ നിന്ന് കാണുമ്പോൾ ഞങ്ങളുടെ നാടിൻ്റെ വ്യൂ. നല്ല രസമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടല്ലേ, ഇതേ നേരെ കാണുന്നത് കടലാണ്. അപ്പോൾ ഇവിടെയൊക്കെ മുമ്പ് ഇഷ്ടംപോലെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. കടലൊക്കെ കയറി കുറേ തെങ്ങും തൈയൊക്കെ എടുത്തുകൊണ്ട് പോയി. പിന്നെ കുറേ തെങ്ങുകൾ വീടൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉടമസ്ഥർ മുറിച്ച്. അപ്പോൾ ഈ തെങ്ങൊക്കെ ഉള്ള സമയത്ത് കടപ്പുറത്ത് തെങ്ങിൽ കമ്പവലയുണ്ടല്ലോ, നമ്മുടെ വല വലിക്കുന്ന വല കെട്ടിയിട്ട് നമുക്ക് പെരുന്നാളിന് ഊഞ്ഞാലൊക്കെ കെട്ടിത്തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഊഞ്ഞാലിങ്ങനെ ആട്ടി വിടുമ്പോൾ നമ്മൾ കടലിൻ്റെ മണ്ടയിൽ കൂടി ഊഞ്ഞാലാടി പോലെ തോന്നുമായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മെമ്മറീസാണ് ഗൈസ് അതൊക്കെ. അപ്പോൾ കുഞ്ഞു വന്നു. ഞാൻ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ അവൻ വന്നിട്ട് പിന്നെ ചായ ഇട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. പാത്തൂട്ടിയാണ് ചായ ഇട്ടത്. ഇന്ന് മിടുക്കി കുട്ടിയായിട്ട് ചായയൊക്കെ ഇട്ടുകൊണ്ട് വന്ന്. പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റ് രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ്. അവൾ ആദ്യം ചോദിച്ചപ്പം അവളെ ശശിയാക്കിക്കൊണ്ട് അവൻ മുക്കി അവൻ തിന്ന്. അപ്പോൾ അവൾ പിണങ്ങി. അവളെ മുഖം മാറിയപ്പം അവനറിയാം അടുത്തത് കിട്ടുമെന്ന്. അതുകൊണ്ട് എടുത്ത് കൊടുത്ത്. അപ്പം എന്നെ നോക്കിക്കൊണ്ടാണ് കൊടുക്കുന്നത്. ഒരെണ്ണം കൊടുക്കാനാണ് ഈ മടി. അപ്പോൾ വൈകുന്നേരം 5 മണിക്കുള്ള കടപ്പുറത്തെ ഇരിപ്പാണ് അല്പം ആശ്വാസം തരുന്നത്. ഫുൾ ടൈം വീട്ടിനകത്താണല്ലോ. അങ്ങനെ മഴ ഒന്ന് തോർന്നപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങി. മഴ പെയ്യും, ഇനിയും ഉറക്ക ശക്തിയായിട്ട് പെയ്യും. നല്ല കോളുണ്ട്. എങ്കിലും ജസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും നിൽക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളുടെ 2 മക്കളും ഉണ്ടായിരുന്നു. അവരാണ് ഈ നിൽക്കുന്നത്. അപ്പം നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ ഉറച്ച് ഞങ്ങൾ ഓടി വീട്ടിൽ കയറി. ഗൈസ്, അങ്ങനെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വൈൻഡപ്പ് എടുക്കുകയാണ്. പുറത്ത് ഞെരിച്ച മഴയെന്ന് പറഞ്ഞാൽ മഴയോട് മഴ. ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം കടപ്പുറത്തൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് പനിയാണെങ്കിലും ഞാൻ അടങ്ങിക്കിടക്കൂല. ഇടയ്ക്കൊക്കെ ചെറിയൊരു ആശ്വാസം. വൈകുന്നേരം 4 മണിക്കുള്ള കടപ്പുറത്ത് ഇറങ്ങുന്നതാണ്. ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ ഞാനിവിടെ പോസ്റ്റാണ്. അകപ്പാടെ എൻ്റെ കൂട്ടുള്ളത് നീലു മാത്രമാണ്. ഞാൻ നീലുവും കൂടെ ദിവാൻകുട്ടി കിടന്ന് ഉറക്കത്തോട് ഉറക്കമാണ്. അപ്പം ഞങ്ങളെ ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടാൽ ഇനിയും ഇടണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത ഒരു ഡേ ഇൻ ലൈഫിലോ അല്ലെങ്കിൽ ഒരു വ്ളോഗിലോ കാണുന്നത് വരെ, ഇനിയും സന്ധിക്കുന്നത് വരെ വണക്കം. ലവ് യു ഓൾ, ടാറ്റ, ലവ് യു ഉമ്മ മോളുമ്മ.